ഊട്ടിയിലേക്കുള്ള വഴിയൊക്കെ അത്ര നല്ലതാണ്. വഴികളിൽ അത്ര തിരക്കൊന്നുമില്ല. ഡിസംബർ മാസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. 12 മണി കഴിഞ്ഞതോടെ മസിനഗുഡി കഴിഞ്ഞു. നമ്മളെല്ലാവരും റീലുകളിലൂടെ കണ്ട മസിനഗുഡിയിലെ ആ വാഗമരമാണ് ഈ കാണുന്നത്. പക്ഷേ വാഗ പൂത്തിട്ടില്ല. വാഗ പൂക്കണമെങ്കിൽ മാർച്ച് ഏപ്രിലൊക്കെ ആവും. യാത്ര തുടർന്നു. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ, എത്ര കണ്ടാലും മതി വരാത്ത കച്ചപ്പ്. ഒരിക്കലെങ്കിലും ഇതുവഴി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ കാണില്ല. മുമ്പ് ഭംഗിയാണ് ഈ സ്ഥലങ്ങൾക്ക്. ഈ നീലാകാശവും കണ്ണിന് പുളർന്നേകുന്ന പച്ചപ്പും എത്ര കണ്ടാലും മതി വരില്ല. ക്യാമറ ഓണാക്കി വെറുതെ മുന്നിലോട്ട് പിടിച്ചാൽ മാത്രം മതി. അതിമനോഹരമായ വഴിയുടെ സൗന്ദര്യം നമുക്ക് ഒപ്പിയെടുക്കാം. വനത്തിലൂടെയുള്ള യാത്രയും പോകുന്ന വഴികളിലൂടെയുള്ള വ്യൂ പോയിന്റുകളും ഒരു രക്ഷയില്ലാത്ത യാത്രയാണിത്. തിങ്ങി നിറഞ്ഞ മരങ്ങളും പച്ചവിരിച്ച പുൽത്തകിടികളും കോടമഞ്ഞും നല്ല കാലാവസ്ഥയും ഒക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. പ്രകൃതിയെ ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ നല്ല യാത്രകൾ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഈ പോകുന്ന വഴി സൈഡ് മുഴുവൻ ഫോറസ്റ്റാണ് എന്നുള്ളതാണ് ഈ യാത്രയുടെ പ്രത്യേകത. ഊട്ടിയുടെ അടുത്ത് തുടങ്ങിയിരിക്കുന്നു. മലമുകൾക്ക് മുകളിലെല്ലാം കോട നിറഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ആ കാണുന്ന മലമുകളിലായിരിക്കണം നമുക്ക് കയറേണ്ടത്. ചുരത്തിന് താഴെയുള്ള ഈ താഴ്വരയിലൂടെയുള്ള യാത്ര ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. മനോഹരമായ വഴിയോര കാഴ്ചകളും കണ്ട് 12:30 36 ഹെയർ പിന്നുകളുള്ള ചുരത്തിന് താഴെയെത്തി. ഞങ്ങൾ പതിയെ ചുരം കയറാൻ തുടങ്ങി. ചെറുവണ്ടികൾ ചുരം കയറുമ്പോൾ പണി തരാറുണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടേത് ആൾട്ടോ കാറാണ്, അതുകൊണ്ട് തന്നെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു താനും. പക്ഷെ ചുരം കയറി തുടങ്ങിയപ്പോൾ മുതലാണ് കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയത്. പ്രശ്നം ചെറിയ കാറുകളുടെ ഇതൊന്നുമല്ല, മറിച്ച് ടൗണിൽ മാത്രം വണ്ടി ഓടിച്ച് ശീലിച്ചവരും കയറ്റത്തിൽ നിർത്തി വണ്ടിയെടുക്കാൻ അറിയാത്തവരും പറഞ്ഞുണ്ടാക്കിയ കെട്ടുകഥകൾ മാത്രമായിരുന്നു അത്. ഞങ്ങളുടെ കാർ ഒരു കുഴപ്പവും കൂടാതെ നല്ല സ്മൂത്തായി തന്നെ ചുരം കയറി. ഊട്ടിയിൽ നിന്ന് ചുരം ഇറങ്ങി വരുന്ന വണ്ടികൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കയറ്റം കയറി വരുന്ന വണ്ടികൾക്ക് ആ കാര്യത്തിൽ ഒരു പേടിയുടെ ആവശ്യവുമില്ല. നീലഗിരി രജിസ്ട്രേഷൻ വണ്ടികളെ മാത്രമേ ഊട്ടിയിൽ നിന്ന് ചുരം വഴി താഴേക്ക് ഇറങ്ങാൻ അനുവദിക്കാറുള്ളൂ. ഊട്ടിയിലേക്ക് അടുക്കും തോറും തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി. ഈ നട്ടുച്ചയ്ക്കും കോട കയറുന്നത് കാണാം. വഴിയോര കാഴ്ചകൾ അതിമനോഹരമായി തുടങ്ങി. പൈൻമരങ്ങൾ തലവെക്കി തുടങ്ങിയതോടെ ഊട്ടിയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ലക്ഷ്യം കണ്ടു തുടങ്ങിയെന്ന് മനസ്സിലായി. ഊട്ടിയിലേക്ക് അടുത്തതോടെ വഴിയെല്ലാം കോടയിറങ്ങി തുടങ്ങി. നല്ല ഭംഗിയുള്ള സ്ഥലം. പല കളറിലുള്ള ചെടികൾ വഴിയരികിൽ പൂത്തു നിൽക്കുന്നു. ആ ചെടികൾ പോലെ തന്നെ പല വർണ്ണങ്ങളാണ് ഇവിടെയുള്ളവരുടെ വീടുകളും. ഊട്ടിയിലെ സ്ഥലങ്ങൾ പോലെ തന്നെ അത്രയും നമ്മളെ ആകർഷിക്കുന്നവയാണ് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ വീടുകളും. യാത്ര തുടരും.